അസ്സലാമു അലൈക്കും. നമുക്കിന്ന് പാനിപ്പൂരി ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കടക്കുന്നതിന് മുന്നിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ, പാനിപ്പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ വാങ്ങാൻ കിട്ടും നമുക്ക്. അത് നമുക്കൊന്ന് വെളിച്ചെണ്ണ ഇട്ടത് പൊരിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തിൽ വേണമെങ്കിലും പൊരിക്കട്ടോ. നമുക്കത് സൺഫ്ലവറിലാണെങ്കിലും വെളിച്ചെണ്ണ ആണെങ്കിലും ഒക്കെ നമുക്ക് പൊരിച്ചെടുക്കാം. ഞാനിത് വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ നല്ല ചൂടാക്കുക കേട്ടോ. നല്ല ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ പാനിപ്പൂരി ചേർത്ത് കൊടുക്കാം. നല്ല ചൂടാവണം കേട്ടോ വെളിച്ചെണ്ണ. ലേശ വെളിച്ചെണ്ണ ചൂട് കുറവായതുകൊണ്ട് പെട്ടെന്ന് പൊന്തിയിട്ടില്ല. വെളിച്ചെണ്ണ നല്ല ചൂടായിട്ട് കിട്ടും, നല്ല വലിയതായിട്ടും കിട്ടും, പെട്ടെന്ന് പൊന്തി വരും ചെയ്യും കേട്ടോ. ഇതേപോലെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. പൊരിച്ചത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. പിന്നെ നമുക്ക് മസാല തയ്യാറാക്കേണ്ട ആവശ്യം മാത്രമേ വരുള്ളൂ. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ട് കേട്ടോ. അന്ന് രണ്ട് സൈഡും ഒന്ന് മൂക്കണ വരെ ഒന്ന് അങ്ങോട്ട് വെളിച്ചെണ്ണയിലിട്ടൊന്ന് മൂത്തെടുക്കട്ടോ. കണ്ടില്ലേ, ഇതാ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടി. രണ്ട് സൈഡ് നല്ല പൊള്ളച്ച് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ പൊരിച്ചെടുക്കാം കേട്ടോ. അതിൽ ഒന്ന് ക്ലിയർ ആയില്ല, ബാക്കി രണ്ടും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കണം കേട്ടോ. കടയിൽ നിന്ന് ഇങ്ങനെ വാങ്ങാൻ കിട്ടും. അപ്പോൾ പെട്ടെന്ന് വീട്ടിലെ ചേരുവകൾ മാത്രം മതി ഇതുണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ എല്ലാം ഇതേപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു മസാല തയ്യാറാക്കാണ്ട് കേട്ടോ. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിതാ വെള്ള കടല ഉണ്ടല്ലോ, ഏത് കടലും കുഴപ്പമൊന്നുമില്ല, ഞാൻ വെള്ള കടലയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കുതിർക്കാൻ വെക്കണം. പിന്നെ ഇതിലേക്ക് 2 ഉരുളൻകിഴങ്ങ് കേട്ടോ. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മസാല എത്രയാണ് വേണ്ട അതിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇതിലെല്ലാം നമുക്കൊന്നിനി കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഉരുളൻകിഴങ്ങും പുഴുങ്ങണം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് കടല വേവിച്ചതും അതേപോലെ ഉരുളൻകിഴങ്ങ് വേവിച്ചതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മസാല ഉണ്ടാക്കുകയാണ് കേട്ടോ. കടലൊക്കെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉള്ളി പച്ച ഉള്ളി കേട്ടോ, വാട്ടിയതോ ഒന്നുമില്ല. വലിയ ഉള്ളി പിന്നെ ചെറുതായി കട്ട് ചെയ്തിട്ട് പച്ചയാണ്. ഇനി ഉരുളൻകിഴങ്ങ് ഒന്നങ്ങണ്ട് ഉടച്ചു കൊടുക്കണം. അതിന് ഉടച്ചിട്ടാൽ മതിയായിരുന്നു, പക്ഷേ ഞാനിത് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇനി ഉടച്ചിട്ടുള്ളത് കേട്ടോ. ഉടച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം പെട്ടെന്ന് നമുക്ക് ഉടക്കാൻ പറ്റും. നല്ല ഒന്നങ്ങണ്ട് മിക്സ് ചെയ്തെടുക്കുക. ഉരുളക്കിഴങ്ങൊക്കെ നല്ല അങ്ങോട്ട് ഉടനെ രൂപത്തിൽ നല്ല ഒന്നങ്ങണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേരുവകൾ ഇനിയും ചേർക്കാനുണ്ട്. ഞാൻ ഉരുളക്കിഴങ്ങ് പിന്നെ ഉടക്കാത്തൊന്നാണ്ട് മിക്സ് ചെയ്ത് കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഓൾറെഡി ഇതിൽ ഉപ്പൊക്കെ ഞാൻ ഇട്ട് വേവിച്ചതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉപ്പൊന്നും ഞാൻ ചേർത്ത് കൊടുക്കണില്ല. എന്നെ കടലയും പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് കൊടുത്തപ്പോൾ പുഴുങ്ങുന്ന ടൈമിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടാണ് പുഴുങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കണില്ല. മുട്ട മിച്ചറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, മഞ്ഞ മിച്ചറുണ്ടല്ലോ അത്. അപ്പോൾ നിങ്ങളവിടെ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇതിലേക്ക് പുളിയും ശർക്കരയും ഒരു ഇഞ്ചി കഷ്ണം കൂടെ ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്കുള്ള ഒരു പാനിയാണ് കേട്ടോ, ഒരു വെള്ളം കൂടിയാണ്. വേറൊരു വെള്ളം കൂടി ഇതിലേക്ക് വേണം. പച്ചമുളക്, ഒരു ഇഞ്ചി കഷ്ണം, പിന്നെ മല്ലിയില, ഈ ചീരക്കൊക്കെ വേണ്ടവർക്ക് ഇടാം. ഞാനതൊന്നും ചാറ്റ് മസാല വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ വീട്ടിൽ ഹോം മെയ്ഡ് ആണല്ലോ. അപ്പോൾ ഞാൻ വീട്ടിലുള്ള ഒരു ചേരുവകൾ വെച്ചിട്ടുള്ള ഒരു പാനിപ്പൂരി കേട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് വെള്ളമൊക്കെ നമ്മൾ ആവശ്യത്തിന് കൂട്ടി കൊടുക്കുക കേട്ടോ. പാകത്തിന് ഉപ്പും ചേർത്ത് നല്ല ഒന്നങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ വെള്ളങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പാനിപ്പൂരി ഇതേപോലെ ചെറുതാക്കി ഒന്നങ്ങാണ്ട് ഓട്ടാക്കി കൊടുക്കട്ടോ. ഹോൾസാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കറണ്ട് പോയേ. നമ്മുടെ മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കുക. മസാല ചേർത്തതിന് ശേഷം നമ്മൾ 2 പാനി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, 2 പാനും അതിൽ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് മുക്കി കൊണ്ട് എടുക്കലാണ്. പക്ഷേ എനിക്ക് അതിനൊരു ഐഡിയ കിട്ടാത്തതുകൊണ്ട് ഞാനിത് മുക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത്
എല്ലാം ഞാനേക്ക് ഒഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ തിന്നാനായിട്ട്. മക്കളിവിടെ കാത്ത് നിൽക്കുകയാണ്. ആവണത് അവർ കഴിച്ചിട്ട് ഒന്നായിട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഇങ്ങനെ ആക്കുന്നത് ഫുള്ള് അവർ കഴിച്ചു പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാട്ടോ, പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നത്, പിന്നെ നമുക്ക് ഇത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, മസാല മാത്രം നമുക്കിവിടെ ഉണ്ടാക്കിയാൽ മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വീട്ടിലുണ്ടാക്കി നോക്കണം. ഞാനിതാ മുക്കി എടുത്തിട്ടുണ്ട്. ഇനി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ.